നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. സീഡ് സൊസൈറ്റിയുടേത് ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പ്. പ്രതി അനന്തകൃഷ്ണൻ 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ. വാഹനങ്ങൾ പിടിച്ചെടുത്തു. അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടും. തട്ടിപ്പിൽ ഇന്നും പരാതി പ്രവാഹം. സയൻസ് സംഘടനയും സീഡ് തട്ടിപ്പിനിരകളെന്ന് AN രാധാകൃഷ്ണൻ. ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്തെന്ന് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ. BJPയെ ചൂണ്ടി മുസ്ലിങ്ങളിൽ ആശങ്കയുണ്ടാക്കാൻ പ്രതിപക്ഷ ശ്രമം. വോട്ട് നൽകിയത് ഭയമില്ലാതാക്കാനെന്ന് പ്രസിഡന്റ് മൗലാന സാജിദ് റഷീദ്. സിനിമാ മേഖലയിലെ നിയമനിർമ്മാണ പുരോഗതി എന്തായി? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിനോട് ഹൈക്കോടതി. കരട് അന്തിമഘട്ടത്തിലെന്നും വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്നും സർക്കാർ. ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് തടവുകാരി സമ്മതമാണ്, പ്രസക്തമല്ല എൻ്റെ അറിവിൽ. കാരണം തടവുകാരിയുടെ ശരിക്കും അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെട്ടാണ് ജയിലിൽ കഴിയുന്നത്. പിന്നെ അവരുടെ സമ്മതത്തിന് അവിടെ പ്രസക്തി ഇല്ല. അപ്പോൾ ശരിക്കും അയാളും കുറ്റക്കാരനാണ്. അപ്പോൾ പിന്നെ അയാൾക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് ജയിലിൽ നിന്ന് ഇറങ്ങില്ല എന്നുകൊണ്ടാണ്. കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. വനിതാ ജയിലിൽ ഷെറിനെ കാണാൻ DIG ഇടയ്ക്കിടെ എത്തിയെന്ന സഹതടവുകാരി. 3 നേരം ഭക്ഷണം പുറത്തുനിന്ന്. മൊബൈൽ ഫോണും സൗന്ദര്യവർദ്ധക വസ്തുക്കളും എത്തിച്ചു നൽകി. വിശദാംശങ്ങൾ ജനം പ്രതിവാര അഭിമുഖ പരിപാടി മറുപടി രാത്രി 7-ന്. പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിൽ സംസാരിക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകും. പ്രസംഗം വൈകിട്ട് 4 മണിക്ക്. വീണ്ടും ജീവനെടുത്ത് കാട്ടാന. ഇടുക്കി മറയൂർ ചമ്പക്കാട്ടിൽ വിമൽ കൊല്ലപ്പെട്ടു. സംഭവം ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വച്ച്. ഷാരോൺ കൊലക്കേസിൽ അപ്പീലുമായി പ്രതി ഗ്രീഷ്മ. വധശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യം. സർക്കാരിന് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ദിനം നാഗ്പൂരിൽ. മത്സരം അല്പസമയത്തിനകം. മുഹമ്മദ് ഷമി കളിച്ചേക്കും. രോഹിത്തിനും കോഹ്ലിക്കും നിർണായക പരമ്പര. പാതിവില തട്ടിപ്പിൽ പ്രതി അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, വലിയ തട്ടിപ്പ്, 1000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് സംസ്ഥാന വ്യാപകമായി നടന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിവരങ്ങൾ. ഈ അനന്തകൃഷ്ണനെ 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടു നൽകിയിരിക്കുന്നത്. ഈ മൂവാറ്റുപുഴ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലാണ് ഇന്ന് കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ കേസിലെ പ്രധാനമായിട്ടും മൂവാറ്റുപുഴ പോലീസ് അന്വേഷിക്കുന്ന 3 കേസുകളാണ് ഉള്ളത്. ഈ കേസുകളിലായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം നടക്കുകയും പിന്നീട് ഈ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഈ തട്ടിപ്പിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് കോടതിയിൽ അറിയിച്ചിരുന്നത്. ഇത് തട്ടിപ്പിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇയാളെ ചോദ്യം ചെയ്യലുകൾക്ക് പുറമെ ഇയാളുടെ ഓഫീസുകളിൽ അടക്കം എത്തിച്ച തെളിവെടുപ്പുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 5 ദിവസത്തേക്ക് ഏതായാലും ഇയാളെ കസ്റ്റഡിയിൽ അനുവദിച്ചിരിക്കുന്നത്. ഈ ആദ്യഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യലുകൾ തന്നെയായിരിക്കും തുടരുക. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇയാളെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ശരി.
സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ലഭിച്ചത് 813 പരാതികളാണ്. രജിസ്റ്റർ ചെയ്തത് 22 കേസുകൾ. തൊടുപുഴയിലും കരിമണ്ണൂരിലുമാണ് ഏറ്റവും കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്തത്. തട്ടിപ്പിന്റെ പുതിയ വഴികൾ പരീക്ഷിക്കുകയായിരുന്നു അനന്തകൃഷ്ണൻ. പകുതി വില തട്ടിപ്പിൽ അപേക്ഷകൾ സ്വീകരിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിരുന്നതായി കണ്ടെത്തൽ. ഡിജിറ്റൽ ഗ്രാമം എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ വഴിയും ആളുകളെ ചേർത്തു. സാധനം പകുതി വിലയ്ക്ക് ലഭിക്കാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നും പരസ്യം കൊടുത്തു. സീഡിന് പുറമെ വേറെയും കമ്പനികൾ പദ്ധതിയിൽ. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, വലിയ തട്ടിപ്പാണ് നടന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ, അതുപോലെ പരാതിയുടെ വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, ഈ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണെന്ന് വ്യക്തമാക്കുകയാണ് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും ഈ തട്ടിപ്പിലേക്ക് ആളുകളെ ചേർത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഡിജിറ്റൽ ഗ്രാമം എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ ഇതിനായി പ്രത്യേകം പ്രവർത്തിച്ചിട്ടുണ്ട്. 3 ഘട്ടങ്ങളിലായി ഇതിലെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാലേ പകുതി വിലയ്ക്ക് സ്കൂട്ടർ ഉൾപ്പെടെ ലഭിക്കുന്ന പദ്ധതിയിൽ അംഗമാകാനാകൂ എന്നായിരുന്നു ഇതിലെ ഒരു വാഗ്ദാനം. മാത്രമല്ല, മൊബൈൽ ഫോണുകൾ പകുതി വിലയ്ക്ക് ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് കണ്ണൂരുള്ള എടക്കാട് സീഡ് സൊസൈറ്റി നൽകിയ പത്രപരസ്യത്തിലാണ് ഇത്തരമൊരു വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിനു പുറമെ പണം ട്രാൻസ്ഫർ ചെയ്യാനും ഓൺലൈൻ സംവിധാനം ഉണ്ടായിരുന്നു. സീഡ് സൊസൈറ്റികൾക്ക് പുറമെ മറ്റ് സ്വകാര്യ കമ്പനികളെയും അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ സൊസൈറ്റികളെയും ഒക്കെ തന്നെ ഈ തട്ടിപ്പിന് ഭാഗവാക്കാക്കിയിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ തട്ടിപ്പിനിരയായ ആളുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. കണ്ണൂർ ജില്ലയുടെ കണ്ണൂർ ബ്ലോക്കിൽ മാത്രം ഏകദേശം 4 കോടി രൂപയോളം വരുന്ന തട്ടിപ്പാണ് ഈ സീഡ് സൊസൈറ്റികൾ കേന്ദ്രീകരിച്ച് അനന്തകൃഷ്ണൻ എന്ന വ്യക്തി നടത്തിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ മാത്രം 6 സീഡ് സൊസൈറ്റികളാണുള്ളത്. ഇവരിൽ മാത്രം ഏതാണ്ട് 10 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതേസമയം ഈ സീഡ് സൊസൈറ്റികൾ മാത്രമല്ല, മറ്റ് സ്വകാര്യ സൊസൈറ്റികൾ ഉൾപ്പെടെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ പകുതി വിലയ്ക്ക് സാധനം കൊടുക്കുന്ന പദ്ധതിയിൽ ഒപ്പം ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയുള്ളത്. അതേസമയം പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ്. നീലിമ, ശരി. കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് മിഥുൻ പിള്ള പങ്കുവച്ചത്. സീഡ് സൊസൈറ്റി വിവാദത്തിൽ പ്രതികരിച്ച് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. 12 വർഷമായി സൈൻ എന്ന സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. CSR ഫണ്ടിലാണ് പകുതി വിലയ്ക്ക് വാഹനങ്ങൾ ലഭ്യമാക്കുന്നതെന്ന് തന്നെ വിശ്വസിപ്പിച്ചു. സായിഗ്രാം ചെയർമാൻ ആനന്ദകുമാറാണ് CSR പദ്ധതി പരിചയപ്പെടുത്തിയത്. തങ്ങളും ഇരകളായതായി AN രാധാകൃഷ്ണൻ പറഞ്ഞു. അനന്തകൃഷ്ണനെതിരെ പരാതി നൽകുമെന്നും അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും AN രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം ലാലി വിൻസെന്റ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. CSR ഫണ്ട് തട്ടിപ്പിൽ തൃശൂർ വടക്കാഞ്ചേരിയിലും പരാതി. 3 പരാതികളാണ് വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ചത്. പരാതികളിൽ പോലീസ് നടപടി ഇന്നുണ്ടാകും. കോൺഗ്രസ് കൗൺസിലർക്കെതിരെയും പരാതി. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ബുഷറ റഷീദിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സീഡ് സൊസൈറ്റി രൂപീകരിച്ചു എന്നാണ് ആരോപണം. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, തൃശൂരിലെ പരാതികളുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്? നീലിമ, തൃശൂർ അന്തിക്കാട് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യ പരാതി ഇന്ന് രാവിലെ രജിസ്റ്റർ ചെയ്യുന്നത്. 7 വനിതകളുടെ പരാതിയിലാണ് ഇത്തരത്തിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ 4 വനിതകൾ ഈ സ്കൂട്ടർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം നൽകിയിരുന്നു. മറ്റ് 3 വനിതകൾ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം നൽകിയിരുന്നു. തുടർന്ന് വഞ്ചിക്കപ്പെട്ടത് അറിഞ്ഞതിന് ശേഷമാണ് ഇവർ പരാതിയുമായി രംഗത്തെത്തിയത്. അതേസമയം ഈ വടക്കാഞ്ചേരി പോലീസിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 3 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസിന്റെ കൗൺസിലർ ബുഷറ റഷീദ് ഈ സീഡ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്നിരുന്നു. അവർക്കെതിരെയും പരാതി പ്രതിപക്ഷ സംഘടനകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവർ വിശദീകരിക്കുന്നത് അവരെ വഞ്ചിക്കപ്പെട്ടതാണ്, അവരും വഞ്ചിക്കപ്പെട്ടു. ഈ കുടുംബശ്രീയുടെ സ്പോക്ക് പേഴ്സൺ വഴിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ അറിഞ്ഞതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയതെന്നാണ് അവർ പറയുന്നത്. ഏതാണ്ട് അവർക്കും പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 48ഓളം മറ്റ് ആളുകൾക്കും പൈസ നഷ്ടപ്പെട്ടതായാണ് അവർ പറയുന്നത്. അവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ബുഷറ റഷീദിന്റെ വിശദീകരണം. എന്തായാലും ഈ കൗൺസിലിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് വൈകുന്നേരം ഈ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ മാർച്ച് അടക്കം നടക്കുന്നുണ്ട്.
പരാതികളിൽ തൃശൂരിലെ പരാതികളിൽ പോലീസിന്റെ നടപടി ഇന്നുണ്ടാകും. കൗൺസിലർക്കെതിരെയും പരാതി ഉയർന്ന സാഹചര്യമുണ്ട്. ആനന്ദപുത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ ആരോപണങ്ങൾ തള്ളി സായിഗ്രാമം ഗ്ലോബൽ വില്ലേജ് ചെയർമാൻ KN ആനന്ദകുമാർ. അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ആണ്. നാഷണൽ NGO കോൺഫെഡറേഷനിൽ ചില സ്കീമുകളുമായി പിന്നീട് വന്നു. സ്കീമുകളുടെ സാമ്പത്തിക കാര്യത്തിൽ ഉൾപ്പെടാനില്ലെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. പണമിടപാടുകൾ അനന്തകൃഷ്ണന്റെ 4 കമ്പനികൾ വഴിയാണ്. പണം സ്വീകരിക്കുന്നതും റെസിപ്റ്റ് നൽകുന്നതും സ്കൂട്ടർ നൽകുന്നതും എല്ലാം ഈ കമ്പനികളാണ്. ഇതിന് കോൺഫെഡറേഷനുമായി ബന്ധമില്ലെന്നും KN ആനന്ദകുമാർ വ്യക്തമാക്കി. പകുതി വില തട്ടിപ്പ് വിവാദങ്ങൾക്കിടെ സായിഗ്രാമം ഗ്ലോബൽ വില്ലേജ് ചെയർമാൻ KN ആനന്ദകുമാർ സാർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെയാണ് ഈ ഒരു അനന്തകൃഷ്ണനെ പോലെ ആളുമായി എങ്ങനെയാണ് ഒരു ബന്ധം വരുന്നത്? എങ്ങനെയാണ് ഈ തട്ടിപ്പിൽ ചെന്ന് പെടുന്നത്? ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ലാലി വിൻസെൻ്റ് ആണ് എൻ്റെ ഓഫീസിൽ, ശാസ്ത്രമംഗലത്തുള്ള ഓഫീസിൽ കൂട്ടിച്ചുകൊണ്ട് വരുന്നു. അന്ന് വേറൊരു ഫണ്ടിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നു. അത് പിന്നെ ശരിയായില്ല, അതങ്ങനെ പോയി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം നാഷണൽ NGOs കോൺഫെഡറേഷൻ്റെ ഉദ്ഘാടനത്തിനാണ് ഇയാൾ വരുന്നതും ഇയാളെ കാണുന്നതും. അയാൾ ചില സ്കീമുകളായിട്ട് നാഷണൽ NGOs കോൺഫെഡറേഷൻ്റെ കാര്യം സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞു അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഒന്നും നമ്മൾ ഇൻവോൾവ് അല്ല, അത് നിങ്ങൾ വേണ്ട രീതിയിൽ നടത്തിക്കണം. അയാൾക്ക് 4 കമ്പനിയുണ്ട്. ആ കമ്പനി മുഖാന്തരമാണ് ഇതെല്ലാം ഏർപ്പാട് ചെയ്തിരുന്നത്. പണം സ്വീകരിക്കുന്ന അയാളുടെ കമ്പനിയാണ്, പണം സ്വീകരിച്ച് റെസീറ്റ് കൊടുക്കുന്ന അയാളുടെ കമ്പനിയാണ്, സ്കൂട്ടർ കൊടുക്കുന്നതാണെങ്കിലും അയാളുടെ കമ്പനിയാണ്. എല്ലാ എഗ്രിമെൻ്റ്, അവരായിട്ടുള്ള എഗ്രിമെൻറ്റ് വെക്കുന്നതും എല്ലാം അയാളുടെ കമ്പനിയാണ്. അതിന് നാഷണൽ NGOs കോർപ്പറേഷന് യാതൊരുവിധ ബന്ധവുമില്ല. ഈ പണം നഷ്ടമായ അല്ലെങ്കിൽ അങ്ങനെ തട്ടിപ്പിനിരയായി എന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരിപ്പോൾ പലരും പറയുന്നത് സാറിനെ വിശ്വസിച്ചാണ്, സാറിന്റെ പേര് കണ്ടിട്ടാണ്, സാറിന്റെ മുഖം കണ്ടിട്ടാണ് ഇതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ആ ഒരു സാഹചര്യത്തെ പറ്റി എന്താണ് പറയുന്നത്? അല്ല, യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ഇതിലെല്ലാം നമ്മൾ പണം നിക്ഷേപിക്കണമെന്നോ അല്ലെ മറ്റു കാര്യങ്ങളൊന്നും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. 30 വർഷമായിട്ട് മഹത്തായ ഒരു പ്രസ്ഥാനം നയിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കില്ല. യഥാർത്ഥത്തിൽ അവർ അങ്ങനെ പറയുന്നതിന് മറുപടി എനിക്ക് പറയാൻ പറ്റൂല. എന്താണെങ്കിലും ഞാൻ ഈ NGOs കോൺഫെഡറേഷൻ്റെ സ്ഥാനം രാജിവെച്ചിട്ട് ഏകദേശം 8-9 മാസമായി. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം നടക്കണമെന്നുള്ള കാര്യം എനിക്ക് യാതൊരു അറിവുമില്ല. അവർ ബോർഡ് മീറ്റിംഗ് കൂടുന്നുണ്ട്, അവർ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ ആ സമയത്ത് ഇതിൻ്റെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഞാനുണ്ടായിരുന്ന സമയത്ത് ഒരു കംപ്ലൈൻറ്റ് പോലും കിട്ടാത്ത ഒരു സമയമായിരുന്നു ഞാൻ അതിൻ്റെ ചെയർമാനായിരിക്കുന്നത്. താങ്കൾ ഈ NGO സംവിധാനത്തിന്റെ കോൺഫെഡറേഷന്റെ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോവുകയുണ്ടായിട്ടുണ്ടോ? ഒരിക്കലും. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, CSR കാര്യങ്ങളൊക്കെ കിട്ടാൻ ഞങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണ്. ഞങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് CSR കിട്ടുന്നുണ്ട്. ഞങ്ങൾ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. കൃത്യമായിട്ട് ഈ അനന്തകൃഷ്ണന്റെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഈ നടപടിക്രമങ്ങളിൽ ചില വീഴ്ചകൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ ചില തെറ്റായ പ്രവണതകൾ കണ്ടപ്പോൾ താങ്കൾ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് രാജിവെക്കാൻ കാരണം അതാണ്. NGO കോൺഫറൻസിന്റെ രൂപം എങ്ങനെയാണ് ഉണ്ടായത്? രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ്, NGOസിന്റെ ഒരു കൂട്ടായ്മ. ഇന്ത്യ ഒട്ടുക്കുണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നേരെ ഡൈവേർട്ട് ചെയ്ത് ഇദ്ദേഹം അതിൻ്റെ ഒരു നാഷണൽ കോർഡിനേറ്റർ ആയിരുന്നു. ഇദ്ദേഹം അത് വേറെ രീതിയിൽ മറ്റു പല കാര്യങ്ങളിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊന്നും നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആദ്യം ഒരു കോഴിക്കോട് എന്നുള്ള രീതിയിലൊക്കെയാണ് തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ രീതിയിലോട്ടൊക്കെ പോയപ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ട് അതിന് സുതാര്യതയില്ല. അതിൽ അയാളുടെ കമ്പനിയാണ് പണം മേടിക്കുന്നതെങ്കിലും അതിനെക്കുറിച്ച് യാതൊരുവിധ രീതിയിലുള്ള സുതാര്യത ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ പറയുന്ന ആരോപണങ്ങളെല്ലാം തള്ളുകയാണ്. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ഒരു ഇടപെടലിനും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വളരെ ചെറിയൊരു ഇടപെടൽ മാത്രമാണ് ഉണ്ടായത്. പക്ഷേ CSR ഫണ്ട് ലഭിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ സായി ഗ്രാമം പോലെയുള്ള ഒരു സംവിധാനത്തിന് അനന്തകൃഷ്ണനെ പോലെ ആളുടെയോ അത്തരമൊരു സംവിധാനത്തിന്റെയോ ആവശ്യമില്ല എന്നുള്ള കാര്യം കൃത്യമായി അദ്ദേഹം പറയുന്നു. മറ്റുവിധമായ എല്ലാ ആരോപണങ്ങളും ആനന്ദകുമാർ സാർ തള്ളുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് വോട്ട് ചെയ്തതെന്ന് തുറന്നു പറഞ്ഞ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സാജിദ് റഷീദ്. BJPയുടെ പേരിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭയം ഉളവാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുകയാണ്. ഈ ഭയം ഇല്ലാതാക്കാനാണ് BJPക്ക് വോട്ട് നൽകിയതെന്നും മൗലാന സാജിദ് റാഷിദി പ്രതികരിച്ചു. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ്
മൗലാന സാജിദ് റഷീദിയുടെ പ്രതികരണം. ബിജെപിയുടെ പേരിൽ മുസ്ലിങ്ങളിൽ ഭയമുളവാക്കാനാണ് പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നത്. മുസ്ലിങ്ങൾക്കിടയിലെ ഭയം ഇല്ലാതാക്കാനാണ് ബിജെപിക്ക് വോട്ട് ചെയ്തതെന്ന് മൗലവി വ്യക്തമാക്കി. विपक्षी पार्टियां ये कहती हैं कि मुसलमान बीजेपी को हराने के लिए वोट करता है और उनके जहन में, मुसलमानों के दिमाग में ये बात डाली जाती है कि बीजेपी को हराओ, नहीं तो बीजेपी आएगी तो आपके अधिकार छीन लिए जाएंगे, आपका वोटर अधिकार भी छीन लिया जाएगा। इसलिए मुसलमानों के दिल से वो डर ख़त्म करने के लिए मैंने वोट किया है। मैं दिल्ली में अगर बीजेपी सरकार बनेगी तो मैं फिर मुसलमानों से ये कहूँगा कि देखो, इन 5 सालों में मेरा कौन सा अधिकार बीजेपी ने छीना है वो मैं दिखाने और बताने का काम करूँगा। एक नई सोच मेरे दिल में पैदा हुई है कि मुसलमानों के अंदर से वो डर ख़त्म किया जाए, जिस डर को लेकर मुसलमान हिंदुस्तान में जी रहा है। और वो डर कुछ बीजेपी नेताओं के बयानों की तरफ वजह से भी है और उससे कहीं ज़्यादा विपक्षी पार्टियाँ जो है मुसलमानों को डराने का काम कर रही हैं। इसलिए मैं उस डर को ख़त्म करना चाहता हूँ। ബിജെപി സർക്കാർ രൂപീകരിച്ചാലും മുസ്ലിങ്ങളുടെ ഒരു അവകാശവും ഡൽഹിയിൽ എടുത്തുകളയില്ല. ഇത്തരം പ്രചരണം തെറ്റാണ്. എന്നാൽ താൻ ഇപ്പോഴും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നതായും മൗലാന സാജിദ് റഷീദി കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ ബിജെപി അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നു. മാറ്റം അനിവാര്യമാണെന്നും ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ജനം, ഡൽഹി. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിൽ വൻ അക്രമം. ബാരിക്കേഡ് തള്ളിമറിച്ചിടാൻ ശ്രമിച്ച SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ മതിൽ ചാടി സർവകലാശാലയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചതിൽ കേസെടുക്കുകയും SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ചായിരുന്നു സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI മാർച്ച് സംഘടിപ്പിച്ചത്. പാറശാല ഷാരോൺ വധക്കേസിൽ 3ാം പ്രതി നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ചു. തെളിവ് നശിപ്പിച്ചുവെന്ന കുറ്റത്തിന് നൽകിയ 3 വർഷം ശിക്ഷാവിധിയാണ് മരവിപ്പിച്ചത്. നിർമ്മലകുമാരൻ നായർക്ക് ഹൈക്കോടതി ജാമ്യം നൽകി. 1ാം പ്രതി ഗ്രീഷ്മയും അമ്മാവനായ നിർമ്മലകുമാരൻ നായരും നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഗ്രീഷ്മയുടെ അപ്പീലിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. തെളിവുകൾ പരിഗണിക്കുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നാണ് ഗ്രീഷ്മയുടെ പ്രധാന വാദം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി. സിനിമാ മേഖലയിലെ നിയമനിർമ്മാണ പുരോഗതി എന്തായെന്ന് ഹൈക്കോടതി ചോദിച്ചു. കരട് അന്തിമഘട്ടത്തിലെന്നും വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്നും സർക്കാർ. കോൺക്ലേവ് എന്ന് നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന കോടതിയുടെ ചോദ്യത്തിന് തീയതി അറിയിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ഹർജികൾ അടുത്ത മാസത്തിലേക്ക് മാറ്റി. മുക്കത്ത് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത് റിയാസ്, സുരേഷ് എന്നിവർ. താമരശ്ശേരി കോടതിയിലാണ് കീഴടങ്ങിയത്. പീഡനശ്രമം ചെറുക്കുന്നതിനിടെ ഹോട്ടലിലെ മുകൾ നിലയിൽ നിന്ന് ചാടി പരിക്കേറ്റ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗോകുൽ, ഇതിലെ പ്രധാന പ്രതി ഹോട്ടൽ ഉടമ നേരത്തെ പിടിയിലായിരുന്നു. ഇപ്പോൾ 2 പ്രതികൾ കൂടി കീഴടങ്ങിയിരിക്കുകയാണ്. വിവരങ്ങൾ. കേസിലാകെ 3 പ്രതികളാണുള്ളത്. അതിൽ 1ാമത്തെ പ്രതിയായിട്ടുള്ള ദേവദാസും ഹോട്ടലിലെ ഉടമയുമായിട്ടുള്ള ദേവദാസിനെ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് വെച്ച് പോലീസ് പിടികൂടിയിരുന്നു. ബാക്കി 2 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലാണ് കോഴിക്കോട് കക്കോടി സ്വദേശിയായിട്ടുള്ള റിയാസും കോഴിക്കോട് മാവൂർ ചൂലൂർ സ്വദേശിയായിട്ടുള്ള സുരേഷും ഇന്ന് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായിട്ടുള്ള സംഭവം. ഈ ദേവദാസിന്റെ ഉടമസ്ഥതയിലുള്ള
ഹോട്ടലിൽ ജീവനക്കാരിയായി ജോലി ചെയ്യുകയായിരുന്ന പയ്യന്നൂർ സ്വദേശിനിയാണ് ഈ ദേവദാസും സുരേഷും റിയാസും ചേർന്ന് പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്തെത്തി പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. അതിൽ നിന്നും രക്ഷ നേടാനായി താമസിക്കുന്ന സ്ഥലത്തെ കെട്ടിടത്തിന്റെ 1ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. ഇടുപ്പലിനൊക്കെ മാരകമായി പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ദേവദാസിനെയും മറ്റു പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നൊരു ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണം ശക്തമാക്കുകയും കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച 1ാം പ്രതിയായിട്ടുള്ള ദേവദാസിനെ കുന്നംകുളത്ത് നിന്ന് പിടികൂടുകയും ചെയ്യുകയായിരുന്നു. ദേവദാസിനെ പിടികൂടുകയും അയാളുടെ മൊഴിയെടുപ്പ് നടത്തുകയും ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 പേർ കോടതിയിൽ കീഴടങ്ങിയിട്ടുള്ളത്. കക്കോടി സ്വദേശിയായിട്ടുള്ള റിയാസ്, ചൂടൂർ സ്വദേശിയായിട്ടുള്ള സുരേഷ്, 2 പേരും കോഴിക്കോട് ജില്ലക്കാർ തന്നെയാണ്. ഇരുവരും ഇപ്പോൾ താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയിട്ടുണ്ട്. 3വരെയും കസ്റ്റഡിയിൽ കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കാനാണ് മുക്കം പോലീസ് ആലോചിക്കുന്നത്. ഗോകുൽ, വളരെ വലിയ ആരോപണങ്ങൾ പോലീസിന് നേരിടേണ്ടി വന്നു ഇക്കാര്യത്തിൽ. അതിശക്തമായ തെളിവുകൾ പെൺകുട്ടിയുടെ കുടുംബം പോലീസിന് മുൻപാകെ നൽകിയിട്ടും അത് മുഖവിലക്കെടുക്കാനോ പ്രതികളെ കണ്ടെത്താനോ പോലീസ് വലിയ വിമുഖതയാണ് കാണിച്ചത്. അതായത് ഈ പ്രതികൾക്കെല്ലാം കടുത്ത CPM ബന്ധമുണ്ട്. CPM നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഈ ഹോട്ടൽ ഉടമ അടക്കം എന്നതാണ് പുറത്തു വന്ന വിവരങ്ങൾ. ഒരുപക്ഷെ അതായിരിക്കില്ലേ ഇത്തരത്തിൽ ഈ കേസ് ഈ വൈകാനും ഈ പ്രതികൾ കീഴടങ്ങാനൊക്കെ ഉള്ള ഒരു സാഹചര്യം നീണ്ടുപോയതിന്റെ കാരണം? അത്തരത്തിലൊരു വിലയിരുത്തലുണ്ട്. കാരണം ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടി പെൺകുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു. പിന്നീട് 3-4 ദിവസം വരെ ഈ പ്രതികളായിട്ടുള്ള ആളുകൾ മുക്കത്തും അതിന്റെ പരിസര പ്രദേശങ്ങളിലും കറങ്ങി നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിരുന്നു, അല്ലെങ്കിൽ പോലീസിനെ കിട്ടിയിരുന്നു. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്യാനോ മറ്റു നടപടികളിലേക്ക് കടക്കാനൊന്നും പോലീസ് തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ഈ പീഡന ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയത് എന്ന് പറയുമ്പോഴും പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് ചാടിയത് മാത്രമാണ് FIR-ൽ ഉൾപ്പെടെ രേഖപ്പെടുത്താൻ തയ്യാറായത്. പിന്നീടാണ് പെൺകുട്ടിയുടെ കുടുംബം ഒരു ഡിജിറ്റൽ തെളിവ് പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഈ ദേവദാസും സുരേഷും റിയാസും കടന്നു വരികയും അവിടെ ആ പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയും പേടിക്കേണ്ട, മാനം പോകും എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഈ ദേവദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പെൺകുട്ടിക്ക് നേരെ നടത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടത്. അങ്ങനെ പോലീസ് നേരെ പോലീസ് അനാസ്ഥ കാണിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഇവരെ പിടികൂടാൻ തയ്യാറായത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഈ ദേവദാസ് പ്രാദേശികമായി CPM-ന് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ദേവദാസിന്റെ ഹോട്ടൽ, അതായത് ഈ പെൺകുട്ടി ജോലി ചെയ്യുന്ന ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് പോലും CPM-ന്റെ നേതാക്കൾ മാത്രമായിരുന്നു പങ്കെടുക്കുന്നത്. അങ്ങനെ CPM-വുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ദേവദാസ് എന്ന ആരോപണമൊക്കെ ശക്തമായി ഉയർന്നു വന്നിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. CPM-ആണ് ഈ പ്രതിയെ സംരക്ഷിക്കുന്നതെന്ന ആരോപണമൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഈ DYSP ബിജു പറയുന്നത് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത് എന്നാണ്. പക്ഷേ ഇത്തരത്തിൽ ആരോപണം, അതായത് പോലീസ് ഒത്തുകളിക്കുന്നു എന്ന ആരോപണം പെൺകുട്ടിയുടെ കുടുംബം തന്നെ ഉന്നയിക്കുകയും ഈ പെൺകുട്ടിയെ ഈ ദേവദാസും മറ്റു 2 പേരും ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുകയും ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ദേവദാസ് പിടിയിലാകുന്നു, മറ്റു 2 പേർ കീഴടങ്ങുന്നു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ പോലീസ് ഈ വിഷയത്തിൽ ഒളിച്ചു കളിച്ചു എന്ന കുടുംബത്തിന്റെ ആരോപണം ശക്തിപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ആരോപണം ബലപ്പെടുത്തുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. ഭാസ്കരക്കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെതിരെ വെളിപ്പെടുത്തലുമായി സഹതടവുകാരി. വനിതാ ജയിലിൽ ഷെറിനെ ഇടയ്ക്കിടെ സന്ദർശിക്കാൻ അന്നത്തെ ജയിൽ DIG വന്നിരുന്നു. ഇയാളുമായി ജയിലിനകത്ത് വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായി ഷെറിൻ പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ ഫോണും സൗന്ദര്യവർദ്ധക വസ്തുക്കളും പുറത്തുനിന്നും 3 നേരം ഭക്ഷണവും ഉൾപ്പെടെ ഷെറിന് എത്തിച്ചു നൽകിയതായും സഹതടവുകാരിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഷെറിന് മാത്രമാണ് അവിടെ പരിഗണനകൾ കിട്ടിയിരുന്നത്. ഷെറിന് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഷെറിൻ പറയുന്ന ഭക്ഷണം ഷെറിൻ പറയുന്ന സമയത്ത് അവിടെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുകൊടുക്കുമായിരുന്നു. പിന്നെ മറ്റുള്ള തടവുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കൺവിക്റ്റ് പ്രസനായാലും റിമാൻഡ് തടവുകാരനായാലും 2 ജോഡി ഡ്രസ്സ്, അതുപോലെ തന്നെ ഒരു പ്ലേറ്റ്, ഒരു മുന്ത, ഒരു ഗ്ലാസ്, ഒരു ജംകാളം, ഒരു കിടക്കാൻ ഒരു പായ മാത്രമാണ് ഒരു തടവുകാരൻ കിട്ടുക. അതേസമയം ഷെറിൻ്റെ റൂമിൽ ഷെറിന് കിടക്കാനായിട്ടൊരു ഷെറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ്, ജമുക്കാളൊക്കെ മടക്കി ഒരു സൈഡിൽ വെക്കും. പിന്നെ തലയണ, പിന്നെ ഒരു വലിയ ഒരു ഇത്ര പോന്ന ഒരു എന്താ പറയുക, നമ്മുടെ കാൽമുട്ടിനേക്കാൾ ഹൈറ്റുള്ള ഒരു വലിയ ബക്കറ്റ് നിറയെ അവരുടെ വസ്ത്രങ്ങൾ, ഒരു 6 ജോഡിയോളം വെള്ള ഡ്രസ്സ് മാത്രം, അങ്ങനെ ഒരുപാട്. പിന്നെ ഒരു 10,000 രൂപയുടെയെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാവും.
അതൊക്കെ ഷെറിൻ്റെ റൂമിൽ പ്രത്യേകമായിട്ട് അനുവദിച്ചിരുന്നു. അതിൽ ആർക്കും ഒരു പരാതി ഉണ്ടായില്ല. ഷെറിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, മുഖം നോക്കാൻ മിറർ, അതൊക്കെ ഷെറിന് പ്രത്യേകമായിട്ട് അനുവദിച്ച സാധനങ്ങളായി. ലിപ്സ്റ്റിക്ക്, ഐലൈനർ ഒക്കെ ഉണ്ടായിരുന്നു ഷെറിൻ്റെ റൂമിൽ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടായിരുന്നു? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഐലൈനർ, ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വെറുതെ പറയുന്നതല്ല. കാരണം വെച്ചാൽ ആ സമയത്ത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് ജഡ്ജി സുനിൽ തോമസ് സാറ് ജയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ എനിക്ക് അനുഭവപ്പെട്ടതും ഞാൻ കണ്ടതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ അന്ന് പരാതിയായിട്ട് എഴുതിയിട്ട് സുനിൽ തോമസ് സാറിനെ അറിയിച്ചു. അപ്പോൾ അന്ന് സുനിൽ തോമസ് സാർ അന്ന് ആ സമയത്ത് നേരിട്ട് കൊടുത്തു പരാതി. അപ്പോൾ സുനിൽ തോമസ് സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് എല്ലാ റൂമുകളും സെർച്ച് ചെയ്ത് ഷെറിൻ്റെ റൂമിൽ നിന്ന് ഈ കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി മറ്റു തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷെറിന് കൊടുത്ത എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റാൻ സാർ ആവശ്യപ്പെട്ടിട്ട് എല്ലാം എടുത്തു മാറ്റി തന്നു. ഈ ബെഡ്ഷീറ്റും ഒരു ബക്കറ്റ് സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി അന്ന്. എന്നിട്ട് അന്നതുപോലെ സൂപ്രണ്ടിനോട് ചോദിച്ചിരുന്നില്ലേ? സാറ് ചോദിച്ചിട്ടുണ്ടാവും, ഇത് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടാവും അന്ന് അവിടെ. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. അന്ന് ഞങ്ങൾ എല്ലാ തടവുകാരും നോക്കി നിൽക്കുകയാണ് റെയ്ഡ് നടന്നതും ഷെറിൻ്റെ റൂമിൽ നിന്ന് മറ്റു തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെട്ട എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റിയതെന്ന്. അതിൽ പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ലേ? മറ്റ് തടവുകാർക്ക് പ്രതിഷേധമൊന്നുമില്ല. കാരണം അവിടെ ഒരു 2-3 ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാവരും ഷെറിൻ്റെ മാസപ്പടി വാങ്ങുന്നവരാണ്. അവിടെ സൂപ്രണ്ട് ഒരു മുസ്ലിമാണ്, എനിക്ക് പേര് ഓർമ്മയില്ല. അവർക്ക് ഐപാഡ് മേടിച്ചു കൊടുക്കലും ഫോൺ മേടിച്ചു കൊടുക്കലും ഷെറിൻ്റെ ഒക്കെ ശരിക്കും അവരുടെ ഒരു പേരക്കുഞ്ഞിനെ ചെറിയ കുട്ടിയെ ലാളിക്കുന്ന പോലെയും സൂപ്രണ്ടൊക്കെ ഷെറിനോട് പെരുമാറിയിരുന്നു. അവിടെ എല്ലാവരും, ഒരു സരസ്വതി എന്ന് പറയുന്നൊരു മേഡം ഉണ്ടായിരുന്നു, ഒരു വിജയകുമാരി എന്ന് പറഞ്ഞൊരു സെലിൻ എന്ന് പറയുന്നൊരു മേഡം ഉണ്ടായിരുന്നു. അവരൊക്കെ ഓമനയായിട്ടാണ് ഷെറിനെ അവർ കൊണ്ടുവന്ന് നോക്കിയിരുന്നത്. പേരെടുത്ത് പറയാൻ കാരണം അവർ ഈ ഫോൺ ഉപയോഗിച്ചതിന് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു ഷെറിന് അവിടെ. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നതായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങി ഫോണിൽ നമ്പർ അടക്കം ഞാൻ അന്ന് പരാതി കൊടുത്തു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ എന്നോട് ഇതുപോലെ പ്രശ്നം വരുന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരടക്കം ഞാനന്ന് പരാതി കൊടുത്തു. ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യം ഉദ്യോഗസ്ഥന്മാർക്കാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തത്. ഷെറിന് ട്രാൻസ്ഫർ ഒന്നും കൊടുത്തില്ല. അവിടെ ഒരു 2-3 ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാവരും ഷെറിൻ്റെ മാസപ്പടി വാങ്ങുന്നവരാണ്. പിന്നീട് ഷെറിൻ്റെ എടുക്കുമ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറ് DGP ആയിരുന്നപ്പോൾ ഷെറിൻ്റെ ഇഷ്ടാനുസരണം പരോൾ കൊടുക്കാതിരുന്നത് കൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് വിളിച്ച് ചോദ്യം വന്നിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് അലക്സാണ്ടർ ജേക്കബ് സാറിനെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഷെറിൻ പരോൾ അനുവദിക്കാഞ്ഞതിൻ്റെ പേരിൽ. ഷെറിൻ പറയും സെലീം കുമാരി മേഡത്തിനോട് കുഞ്ചി പറയും എനിക്ക് ബിരിയാണി വേണമെന്നാണ്. അപ്പോൾ ബിരിയാണി പാഴ്സലെത്തും. ജയിലിൻ്റെ പുറത്തുള്ളവരെക്കാളും കൂടുതൽ ക്രിമിനൽസ് പോലീസിലും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളുള്ളവരാണ്. നമ്മളൊക്കെ സിനിമയിൽ കണ്ട കാര്യങ്ങളാണ് ജയിലിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് അല്ലേ? പണവും മേലുദ്യോഗസ്ഥൻ വരുന്നു അല്ലേ, ഇവരെ ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു. ഇതിലിപ്പോൾ ആരെങ്കിലും പരാതിപ്പെടെ ആരെങ്കിലും എതിർത്ത് പറയാ ചെയ്താൽ അവരെ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കാൻ മറ്റേതെങ്കിലും വഴിയിലൂടെ അതും വേറൊരു വഴി. അതുകൂടെ അവരവരുടെ ഇഷ്ടത്തിന് ഒരുപാട് കാമുകന്മാരുണ്ടാക്കി അവരവരുടേതായ രീതിയിൽ ജീവിച്ചു പോരുന്ന സ്ഥിതിക്ക് പിന്നെ ആ സ്വത്തിനോട് ആക്രാന്തം കൂത്തിട്ടില്ല അയാളെ കൊന്നത്. അവർക്ക് മാനസാന്തരം വന്നൊക്കെയാണല്ലോ പറയുന്നത്. മാനസാന്തരം വരുന്നത് ഇങ്ങനെയാണ്, മറ്റുള്ള പ്രതികളെ ഭീഷണിപ്പെടുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും നിറവേറ്റാം. അവരൊതുങ്ങി കൂടിയിട്ടൊന്നല്ലല്ലോ ഇപ്പൊ ജീവിക്കുന്നത്. അവരവിടെ ഫ്രീ ബേഡായിട്ടാണോ ജീവിക്കുന്നത്? ജയിലിലായാലും പുറത്തായാലും ഒരു തടവുകാരിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് തടവുകാരി സമ്മതമാണ് പ്രസക്തല്ല എൻ്റെ അറിവിൽ. കാരണം തടവുകാരിയുടെ ശരിക്കും അവരുടെ അവകാശങ്ങളെ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെട്ടാണ് ജയിലിൽ കഴിയുന്നത്. അവരുടെ പിന്നെ അവരുടെ സമ്മതത്തിന് അവിടെ പ്രസക്തി ഇല്ല. അപ്പൊ ശരിക്കും അയാളും കുറ്റക്കാരനാണ്. അപ്പൊ പിന്നെ അയാൾക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് ജയിലിൽ നിന്ന് ഇറങ്ങില്ല എന്നുകൊണ്ടാ. വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥന്മാരുണ്ടോ? ഇല്ല, പാടില്ലല്ലോ അല്ലേ? ഇല്ല, പാടില്ല. പിന്നെ എന്തിനായിരുന്നു ഈ ഇദ്ദേഹം DIG ആയിട്ടുള്ള ഫിസിക്കൽ റിലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഷെറിൻ പറഞ്ഞു. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് വൈകിട്ട് 7 മണിക്ക് കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റാഗിംഗ് പരാതിയിൽ 11 MBBS വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. പ്രിൻസിപ്പൽ നിയോഗിച്ച 5-അംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. സീനിയർ വിദ്യാർത്ഥികൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചെന്നായിരുന്നു 1-ാം വർഷ MBBS വിദ്യാർത്ഥികളുടെ പരാതി. ഒരു മാസം മുൻപാണ് കോളേജ് ഹോസ്റ്റലിൽ വെച്ച് 2-ാം വർഷ MBBS വിദ്യാർത്ഥികൾ ചേർന്ന 1-ാം വർഷ MBBS വിദ്യാർത്ഥികളെ റാഗ് ചെയ്തു എന്ന പരാതി കോളേജ് പ്രിൻസിപ്പാളിന് ലഭിക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചുവെന്നായിരുന്നു ജൂനിയർ വിദ്യാർത്ഥികളുടെ പരാതി. സംഭവത്തിൽ അന്വേഷണം നടത്താൻ കോളേജ് പ്രിൻസിപ്പൽ 5-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. തുടർ നടപടിക്കായി റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മുൻപും ഇത്തരത്തിൽ റാഗിംഗ് പരാതി ഉയർന്നിരുന്നു. റാഗിങ്ങിനെ തുടർന്ന് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വിദ്യാർത്ഥികൾ പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്.
റാഗ് ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ നിയമപരമായി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് 1ാം വർഷ വിദ്യാർത്ഥികളുടെ ആവശ്യം. ജനം, കോഴിക്കോട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുണ്ടെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതി വിശദീകരണം തേടി. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് ഗുരുവായൂർ ദേവസ്വത്തിന് നിർദ്ദേശം. സ്വർണം, വെള്ളി, ലോക്കറ്റ് വിൽപ്പനയിൽ ലഭിച്ച തുകയിൽ 27 ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തിയതായാണ് ഓഡിറ്റ് വിഭാഗം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 2019 മുതൽ 2022 വരെയുള്ള കാലയളവിലാണ് തിരിമറി. ബാങ്ക് നൽകുന്ന ക്രെഡിറ്റ് സ്ലിപ്പും അക്കൗണ്ടിലെത്തിയ തുകയും തമ്മിലാണ് 27 ലക്ഷത്തിലധികം രൂപയുടെ വ്യത്യാസം. CCTV സ്ഥാപിച്ച വകയിൽ കരാറുകാരന് തുക നൽകിയതിലും നഷ്ടം സംഭവിച്ചു. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം CCTV സ്ഥാപിച്ചതിന്റെ തുക ദേവസ്വം ഫണ്ടിൽ നിന്നാണ് ചെലവഴിച്ചത്. പ്രസാദ ഫണ്ടിൽ തുക നീക്കിയിരുപ്പുണ്ടായിരുന്ന സമയത്തായിരുന്നു നടപടി. ദേവസ്വം അക്കൗണ്ടിലേക്ക് 89 ലക്ഷം രൂപ മാറ്റാതിരുന്നത് വഴി പലിശ നഷ്ടമുണ്ടായി. നഷ്ടം വരുത്തിയ തുക ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നുവെന്നും ഓഡിറ്റ് വിഭാഗം കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. KSU തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി BJPയിലേക്ക്. ജില്ലാ സെക്രട്ടറി M സച്ചിദാനന്ദനാണ് BJPയിൽ അംഗത്വമെടുത്തത്. KSUവിലെയും യൂത്ത് കോൺഗ്രസിലെയും ഗ്രൂപ്പ് കളികളിൽ മനം മടുത്തിട്ടാണ് തീരുമാനമെന്ന് M സച്ചിദാനന്ദൻ പറഞ്ഞു. ഡിസോൺ സംഘർഷങ്ങളിൽ സംസ്ഥാന നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്നും സച്ചിദാനന്ദന്റെ വിമർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് BJPയിലേക്ക് വരുന്നതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കൊച്ചി കളമശ്ശേരി ഹുണ്ടായി കാർ ഷോറൂമിലെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഫയർഫോഴ്സ്. സമീപത്ത് എവിടെയെങ്കിലും തീയിട്ടതാകാം അപകട കാരണമെന്ന് നിഗമനം. കളമശ്ശേരിയിലെ പ്രധാന നഗരത്തിന് മധ്യത്തിലാണ്, ഒരു റോഡിന് സമീപത്തെ ഹുണ്ടായി കാർ ഷോറൂമിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും തീ അണയ്ക്കാൻ വേണ്ടി നിയന്ത്രണ വിധേയമാണ് തീ, എന്നാൽ പോലും തീ അതിൻ്റെ അടിവശങ്ങളിലൊക്കെ തന്നെ തീ കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ കാർ ഷോറൂമിൻ്റെ, കാർ സർവീസ് സെൻറ്ററിൻ്റെ സമീപത്ത് അടുക്കി വെച്ചിരുന്ന പേഴ്സ്പോർട്ട് പെട്ടിയിൽ നിന്ന്, അതായത് സർവീസിന് കൊണ്ടുവരുന്ന സാധനങ്ങൾ അടുക്കി വെച്ചിരുന്ന ആ പേഴ്സ്പോർട്ട് പൊട്ടിയാണ് അഗ്നിക്ക് ഇരയായിട്ടുള്ളത്. ഇപ്പോഴും 3 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇപ്പോഴും ഈ തീ അണയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ തന്നെ കേബിളും മറ്റു കറണ്ട് ഉപയോഗിക്കുന്ന കമ്പികളും ഒക്കെ തന്നെ പോകുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടാകാനുണ്ടായിരുന്ന ഒരു സാധ്യത. അത് നേരത്തെ നമ്മളോട് സംസാരിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും വ്യക്തമാക്കിയത് എന്ന് പറയുന്നത്, സമീപത്ത് ഒരു വീടുണ്ട്, ആ വീട്ടിൽ നിന്നും തീ ഇട്ടതായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു അഗ്നിബാധയ്ക്ക്, സമീപത്തേക്ക് ആ തീപ്പൊരി പറന്നു വന്നതായിരിക്കാം ഇത്തരത്തിൽ ഒരു അഗ്നിബാധയ്ക്ക് ഉണ്ടായ കാരണം എന്നും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായി അവർ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. ആ തീ അണച്ചതിനു ശേഷം വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തണം എന്ന തീരുമാനം തന്നെയാണ് ഫയർഫോഴ്സ് എടുത്തിരിക്കുന്നത്. കാരണം ഈ ബിൽഡിംഗ് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഫയർ NOC അടക്കമുള്ളവ ആവശ്യമില്ലായിരുന്നു. പക്ഷേ അത്തരത്തിൽ, അതായത് ഈ ബിൽഡിങ്ങിന് ആവശ്യമായ തീ അല്ലെങ്കിൽ ഇത്തരത്തിൽ അഗ്നിബാധ ഉണ്ടായാൽ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നതും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കാരണം അലക്ഷ്യമായി നമുക്ക് കാണുന്നത് പോലെ കണ്ടാൽ എറണാകുളമാണ്, ചൂടുള്ള സമയമാണ്, സംസ്ഥാനത്ത് അതീവ ചൂട് നിലനിൽക്കുന്ന, താപനില നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ പേഴ്സ്പോർട്ട് പെട്ടികൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി ഒരു മാനദണ്ഡമൊക്കെ സ്വയബോധത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ സർവീസ് സെൻ്ററിൻ്റെ ഒരു പുറകുവശം, ആ പുറകുവശത്ത് അലസ്യമായ രീതിയിൽ കൂടുതൽ, അതായത് എത്രയോ അധികം നാളത്തെ പേഴ്സ്പോർട്ട് പെട്ടിയാണ് എന്നുള്ളത് അതിൻ്റെ കട്ടി കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അടിമുതൽ അത് പൂർണ്ണമായും ഇത്തരത്തിൽ കത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം അത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴും ആ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടർന്നു പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സമീപകാലത്ത് പല പ്രദേശങ്ങളിലും ഒക്കെ തന്നെ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു പറഞ്ഞത് വേനൽക്കാലമാണ്, ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ തന്നെ ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയോ അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ പുല്ലുകൾ കത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും അണച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കടന്നു പോകണമെന്ന ഒരു നിർദ്ദേശം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. 3 യൂണിറ്റാണ്, അതായത് കളമശ്ശേരി, ഏലൂർ ഭാഗത്തു നിന്നുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴും
തീ അണയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ അത് കാണുന്നത് പോലെ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാണ് എങ്കിൽ പോലും ഇപ്പോഴും പേഴ്സ്ബോർഡ് പെട്ടിയുടെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അനുസരിച്ചാണ് എങ്കിൽ ആ പേഴ്സ്ബോർഡ് പെട്ടിയുടെ അടിവശത്ത് ഇപ്പോഴും തീ കത്തി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകത കാർ സർവീസ് സെൻ്ററാണ്. അപ്പോൾ അധികമായ കാറുകൾ ഇവിടേക്ക് എത്താനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. നിരവധി കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യുകയും ഉണ്ടായിരുന്നു. അത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളാണ് സർവീസിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കുക. അപ്പോൾ അത്തരത്തിൽ എത്തിക്കുന്ന സമയത്ത് ആ വാഹനങ്ങളിലൊക്കെ തന്നെ ഇന്ധനം ഉണ്ടായിരിക്കണം. അത്തരത്തിൽ ഇന്ധനം ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു വാഹനത്തിലേക്ക് ഒരു തീപ്പൊരി ഉണ്ടായിരുന്നു എങ്കിൽ അതീവമായിട്ടുള്ള ഒരു അഗ്നിബാധ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കൂടുതൽ പരിശോധനകൾ നടത്തണമെന്ന ഒരു നിർദ്ദേശമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിലവിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തീ അണയ്ക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹിൽ പാലോട്ട് മഠമാണ് ഈ വിശദമായ റിപ്പോർട്ട് നൽകിയത്. ഇടുക്കി മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ വനവാസി വിഭാഗക്കാരനായ ആൾ മരിച്ചു. ചമ്പക്കാട്ടിൽ കോളനി സ്വദേശി വിമലാണ് മരിച്ചത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ ഫയർ ലൈൻ വെട്ടാൻ പോയപ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ കേരള തമിഴ്നാട് അതിർത്തി ഭാഗമായ പാമ്പാറിൽ വെച്ചാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. വിമലടക്കം 9 പേർ ലോഗ് ഹൗസിലേക്കുള്ള വഴിവെട്ടുന്നതിനും ഫയർ ലൈൻ തെളിക്കുന്നതിനുമായി രാവിലെ പുറപ്പെട്ടതായിരുന്നു. വനത്തിലൂടെയുള്ള യാത്രക്കിടെ വിമൽ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടു. മറ്റുള്ളവർ ഓടിമാറിയെങ്കിലും വിമലിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. തുമ്പിക്കൈ കൊണ്ട് വിമലിനെ ചുരുട്ടിയെടുത്ത കാട്ടാന നിലത്തടിച്ച ശേഷം ചവിട്ടി. കൂടെയുണ്ടായിരുന്നവർ വിമലിനെ വലിച്ചു മാറ്റുകയായിരുന്നു. ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും മറയൂരിൽ നിന്നും വനംവകുപ്പിന്റെ വാഹനമെത്തി വിമലിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും മരണം സംഭവിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജനം, ഇടുക്കി. കോഴിക്കോട് CPM-നകത്തെ വിമത നീക്കം കരുത്താർജിക്കുന്നു. വിഭാഗീയത മാധ്യമ സൃഷ്ടിയെന്ന് ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കി 24 മണിക്കൂർ പിന്നിടും മുൻപ് അണികൾ വീണ്ടും തെരുവിലിറങ്ങിയത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതും PK ബിന്ദുവിനെ ഉൾപ്പെടുത്തിയതുമാണ് അണികളെ പരസ്യ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. വടകരയിൽ CPM-ൽ വിമത നീക്കം ശക്തമാവുകയാണ്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ദിവാകരനെ ഒഴിവാക്കിയതിലാണ് CPM-ലെ ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത്. CPM ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന തിരുവള്ളൂരിലും മണിയൂരിലുമാണ് ഇന്നലെ CPM അണികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. CPM തെറ്റുതിരുത്താൻ തയ്യാറാകണം, നിലപാടെടുക്കുന്നവരുടെ സ്ഥാനം CPM-ന് പുറത്താണ് എന്നതായിരുന്നു ഉയർന്ന മുദ്രാവാക്യം. ആദ്യം ഫേസ്ബുക്കിലൂടെയാണ് പ്രതിഷേധമുയർന്നതെങ്കിൽ പിന്നീട് അത് പരസ്യമായി തെരുവിലേക്കെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വടകരയിലെ വിഭാഗീയ നീക്കം അത് മാധ്യമ സൃഷ്ടിയാണെന്നായിരുന്നു CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബിന്റെ പ്രതികരണം. എന്നാൽ ഇന്നലെ രാത്രിയിലും പ്രതിഷേധമുയർന്നതോടെ CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ജനം, കോഴിക്കോട്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇന്നും നാളെയും സാധാരണയിലും അധികം ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് വരുന്ന 2 ദിവസങ്ങളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന ചൂട് കാരണം സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കേരളത്തിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പകൽ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പൊതുപരിപാടികൾ, സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം, തണൽ എന്നിവ ലഭ്യമാണെന്ന് ബന്ധപ്പെട്ട സംഘാടകർ ഉറപ്പുവരുത്തണം. കൂടാതെ പകൽ സമയത്ത് പരമാവധി ഇത്തരം പരിപാടികൾ ഒഴിവാക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ജനം, തിരുവനന്തപുരം. ഇടതുമുന്നണിയിലെ CPM ഏകാധിപത്യത്തിൽ അതൃപ്തി രൂക്ഷമാകുന്നു. നിർണായക തീരുമാനങ്ങളിൽ ഘടകകക്ഷികളെ പരിഗണിക്കുന്നില്ലെന്നാണ് പൊതുവികാരം. വനനിയമ ഭേദഗതി, ബ്രൂവറി എന്നിവയ്ക്ക് പിന്നാലെ സ്വകാര്യ സർവകലാശാല ബില്ലിലും എതിർപ്പുയരുന്നതും ഈ അതൃപ്തി മൂലമാണ്.
വനനിയമ ഭേദഗതിയിലാണ് അടുത്തിടെ ആദ്യമായി ഒരു ഘടകകക്ഷി എതിർസ്വരമുയർത്തിയത്. മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ബാങ്ക് മാത്രം കൈമുതലായുള്ള കേരള കോൺഗ്രസ് വാണി ഗ്രൂപ്പായിരുന്നു അത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട വിഷയം ഉന്നയിച്ചിട്ടും ആദ്യം പരിഗണന ലഭിക്കാത്തത് മുന്നണി വിടണമെന്നുള്ള ചർച്ച പോലും പാർട്ടിയിൽ സജീവമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ബ്രൂവറിയിലെ കല്ലുകടി. മദ്യനയത്തിലെ മാറ്റത്തിൽ ആദ്യ മഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചിരുന്ന CPI കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ യോഗത്തോടെ എതിർപ്പ് ശക്തമാക്കി. ജലചൂഷണം അനുവദിക്കില്ലെന്ന നിലപാടും ഒപ്പം പഠിച്ച റിപ്പോർട്ട് നൽകാൻ പാർട്ടി മന്ത്രിമാർക്ക് ചുമതലയും. LDF അംഗീകരിക്കാത്ത മദ്യനയമെന്ന് RJD പരസ്യ നിലപാട് സ്വീകരിച്ചതോടെ CPM കൂടുതൽ പ്രതിസന്ധിയിലായിരുന്നു. സർക്കാർ തീരുമാനങ്ങൾ മുന്നണി അറിയുന്നില്ലെന്ന പരസ്യ വിമർശനത്തിന് തുല്യമായി RJD നിലപാട് മാറി. ബ്രൂവറി വിവാദം JDSലെ ഗ്രൂപ്പ് വഴക്കിന് ഇന്ധനം പകരുന്ന കാഴ്ചയും അടുത്തിടെ കണ്ടു. വിഷയം എന്തുകൊണ്ട് പാർട്ടിയെ അറിയിച്ചില്ലെന്നായിരുന്നു നേതാക്കളുടെ പ്രധാന ചോദ്യം. ഇതിനിടയിലാണ് സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനുള്ള ബില്ലിലും എതിർപ്പുയരുന്നത്. സ്വകാര്യ സർവകലാശാല നയത്തെ അനുകൂലിച്ചിരുന്ന CPI കൂടുതൽ ചർച്ചകൾ വേണമെന്ന നിലപാട് സ്വീകരിച്ചതോടെ വിഷയം മന്ത്രിസഭായോഗം പരിഗണിച്ചില്ല. പിന്നാലെ ഈ വിഷയത്തിൽ LDFനുള്ളിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നുവെന്ന് RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് തുറന്നു പറയുകയും ചെയ്തു. സർക്കാർ തീരുമാനങ്ങളൊന്നും ഘടകകക്ഷികളെ അറിയിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തുറന്നു പറച്ചിലുകൾ. CPM സ്വീകരിക്കുന്ന ഏകാധിപത്യ മനോഭാവത്തിൽ ഘടകകക്ഷികൾക്ക് വലിയ എതിർപ്പുമുണ്ട്. മുന്നണി യോഗം ചേരുമ്പോൾ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് സാരം. ജനം, തിരുവനന്തപുരം. മദ്യക്കമ്പനി എലപ്പുള്ളിയിൽ എത്തിയതിനു ശേഷമാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാട്ടർ അതോറിറ്റിയുടെ അംഗീകാരം നേടുമ്പോൾ ഒയാസിസ് കമ്പനിക്ക് NOC ഇല്ലായിരുന്നു. മന്ത്രി MP രാജേഷ് പടുത്തുയർത്തിയത് നുണയുടെ ചീട്ടുകൊട്ടാരമാണെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. മദ്യനയം മാറിയിരിക്കുന്നത് അവര് എലപ്പുള്ളിയിൽ സ്ഥലം മേടിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് മദ്യനയം മാറുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ക്ഷണം കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് മദ്യനിർമ്മാണശാല തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിക്കുമ്പോൾ IOCയുടെ അംഗീകാരമില്ല. അതായത് ഇവർ വന്ന് മദ്യനിർമ്മാണശാല ഇവിടെ തുടങ്ങാൻ ആ കമ്പനിക്ക് ക്ഷണം കൊടുക്കുമ്പോൾ IOCയോ കേന്ദ്ര ഗവൺമെൻറ്റോ ഈ കമ്പനിയെ അംഗീകരിച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതെല്ലാം മന്ത്രി പടുത്തുയർത്തിയത് നുണയുടെ ചീട്ടുകൊട്ടാരമാണ്. അത് ഓരോന്നായി തകർന്നു വീണു. കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിക്കാൻ എയർ ഇന്ത്യയുമായി ചർച്ച നടത്തി സിയാൽ. മാർച്ച് 28 മുതൽ സർവീസ് നിർത്തിവെക്കാനുള്ള എയർ ഇന്ത്യയുടെ അറിയിപ്പിനെ തുടർന്നാണ് സിയാൽ അധികൃതർ എയർ ഇന്ത്യയുമായി ചർച്ച നടത്തിയത്. മാസങ്ങൾക്കുള്ളിൽ സർവീസ് പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് സിയാൽ അധികൃതർ അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള ഏക യൂറോപ്യൻ സർവീസാണ് എയർ ഇന്ത്യ നിർത്തിവെക്കാൻ ഒരുങ്ങിയത്. ശീതകാല ഷെഡ്യൂൾ അവസാനിക്കുന്നതോടെ സർവീസ് മാർച്ച് 28-ന് നിർത്തിവെക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിരുന്നു. തുടർന്നാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം സിയാൽ മാനേജിംഗ് ഡയറക്ടർ S സുഹാസ് ഗുർഗാവിലെ എയർ ഇന്ത്യ ആസ്ഥാനത്ത് അധികൃതരുമായി ചർച്ച നടത്തിയത്. എയർ ഇന്ത്യ ഗ്രൂപ്പ് ഹെഡ് P ബാലാജി, സിയാൽ എയർപോർട്ട് ഡയറക്ടർ മനു G എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. എയർ ഇന്ത്യയുടെ ലണ്ടൻ വിമാന സർവീസ് ലാഭകരമാക്കാനുള്ള പാക്കേജ് ചർച്ചയിൽ സിയാൽ അവതരിപ്പിച്ചു. സർവീസ് മുടങ്ങാതിരിക്കാൻ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഏകദേശ ധാരണയായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സാങ്കേതിക അനുമതിക്ക് ശേഷം മാസങ്ങൾക്കുള്ളിൽ സർവീസ് പുനരാരംഭിക്കാനാകുമെന്നും വിമാനങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഈ റൂട്ടിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് കൊച്ചിയിൽ നിന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് എയർ ഇന്ത്യ ഡ്രീം ലൈൻ വിമാനം നിലവിൽ സർവീസ് നടത്തുന്നത്. ജനം, കൊച്ചി. ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിനെ പ്രതിക്കൂട്ടിലാക്കി ജീവനക്കാരായ അധ്യാപകരുടെ മൊഴി. ഷുഹൈബ് തയ്യാറാക്കി തന്ന ചോദ്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന് അധ്യാപകർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. ഷുഹൈബ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. അതേസമയം ഇന്നലെ റിമാൻഡ് ചെയ്ത അധ്യാപകരായ ഫഹദ്, ജിഷ്ണു എന്നിവർക്കുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. 10ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 കണക്ക് പരീക്ഷയുടെയും ചോദ്യങ്ങളാണ് ചോർന്നത്. ചോദ്യങ്ങൾ അതേപടി ആവർത്തിക്കുകയും മാറിയ പാറ്റേൺ അടക്കം അതേപോലെ MS സൊല്യൂഷൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു. യൂട്യൂബ് ചാനലിന് ചോദ്യങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നതിന് മാസങ്ങൾക്കിപ്പുറവും ഒരു വ്യക്തത വന്നിട്ടില്ല. നിരവധി പേരെ ചോദ്യം ചെയ്തെങ്കിലും ചോദ്യങ്ങളുടെ ഉറവിടത്തിന് മാത്രം ഉത്തരമായിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം സംശയമുനയിലുമാണ്. ചാനൽ CEO ഷുഹൈബിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ വ്യക്തത വരൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അറസ്റ്റിലായ 2 അധ്യാപകർക്കും ചോദ്യപേപ്പർ ലഭിച്ചതിനെ കുറിച്ച് അറിവില്ല. ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും ലഭിക്കേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ഒളിവിൽ കഴിയുന്ന ഷുഹൈബിനെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പാക്കുന്നതുവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അടുത്ത ബുധനാഴ്ചയാണ് ഹർജി പരിഗണിക്കുന്നത്.
ജനം കോഴിക്കോട്. വനിതകളുടെ കായിക ഇനങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സ് അത്ലറ്റുകളെ പങ്കെടുപ്പിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് ഒപ്പുവച്ചു. വനിതകളുടെ കായിക ഇനത്തിൽ ട്രാൻസ്ജെൻഡറുകൾ പങ്കെടുക്കുന്നത് സ്ത്രീകളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയിൽ സ്ത്രീയെയും പുരുഷനെയും മാത്രമായിരിക്കും ലിംഗവിഭാഗങ്ങളായി അംഗീകരിക്കുകയെന്ന് ട്രംപ് അധികാരമേറ്റ നിമിഷം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച നിർണായക എക്സിക്യൂട്ടീവ് ഓർഡറാണ് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് ഒപ്പിട്ടത്. ഉത്തരവ് പ്രകാരം വനിതകളുടെ കായിക മത്സര ഇനങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് പങ്കെടുക്കാനാവില്ല. സ്ത്രീകളുടെ സ്വകാര്യതയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ തീരുമാനം. ഉത്തരവിന് വിരുദ്ധമായി നിലപാടെടുക്കുന്ന സ്കൂളുകൾക്ക് ഫെഡറൽ ഫണ്ട് നിഷേധിക്കും. ഫണ്ട് നിഷേധിക്കാൻ സർക്കാർ ഏജൻസികൾക്ക് അധികാരമുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. രാജ്യത്തിന്റെ വനിതാ അത്ലറ്റുകളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള നടപടിയെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഉത്തരവിനോട് പ്രതികരിച്ചത്. ലിംഗപദവി ജനിക്കുമ്പോൾ തന്നെ തീരുമാനിക്കപ്പെടുന്നു എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട്. സ്ത്രീകളുടെ കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന രൂക്ഷമായ തർക്കം ഇതോടെ അവസാനിച്ചതായും ട്രംപ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിന് പിന്തുണ ഉറപ്പാക്കുമെന്നും പ്രതിരോധ സെക്രട്ടറി ഉറപ്പു നൽകി. ഹമാസ് സംഘർഷകാലത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തെ പ്രതിരോധ സെക്രട്ടറി അഭിനന്ദിച്ചു. യുഎസിന്റെ പശ്ചിമേഷ്യയിലെ മികച്ച പങ്കാളിയാണ് ഇസ്രായേലെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അറിയിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ചർച്ചയിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ഇസ്രായേൽ ഹമാസ് യുദ്ധവേളയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തെ പ്രതിരോധ സെക്രട്ടറി അഭിനന്ദിച്ചു. ഇസ്രായേലിന് മികച്ച ആയുധ സൈനിക പിന്തുണകൾ നൽകുന്നതിനുള്ള നീക്കങ്ങളുടെ കൂടി ഭാഗമായാണ് പ്രതിരോധ സെക്രട്ടറിയുമായി നടന്ന ചർച്ച. നിലവിൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി മെഡിറ്ററേനിയനിൽ അമേരിക്കയുടെ കൃത്യമായ സൈനിക സംവിധാനങ്ങളുണ്ട്. മെഡിറ്ററേനിയനിലെ പടക്കപ്പലുകൾ തുടരുന്നതിനും ചെങ്കടലിലെ ഹൂതി വിമതരുടെ സാന്നിധ്യം പ്രതിരോധിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നതിന് ചർച്ചയിൽ ധാരണയായി എന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ട്രംപുമായി നടന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ചയിൽ ഹൂതി വിമതരെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ പെടുത്തുമെന്നും അറിയിച്ചിരുന്നു. ചർച്ചകളിൽ സുപ്രധാനമായും വിഷയമായത് ഇറാൻ പിന്തുണയോടെ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളും അനുബന്ധ സംഘർഷങ്ങളുമാണ്. പശ്ചിമേഷ്യയ്ക്ക് ഇറാൻ വെല്ലുവിളിയെന്ന് ഇരു നേതാക്കളും അംഗീകരിച്ചു. ഇസ്രയേലിന് സൈനിക ശക്തി ഉറപ്പാക്കി മേഖലയിലെ സമാധാനത്തിന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനും ഇരു നേതാക്കളും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഭൈഷജ്യ മഹായാഗത്തിന് വേദിയായി കണ്ണൂർ വലിയന്നൂരിലെ ഋഷിദേവ മന്ദിരം. ലോകനന്മയ്ക്കായി വിശ്വശാന്തി മഹായാഗവും കാലഭൈരവ മഹായാഗവുമാണ് 81 മണിക്കൂർ തുടർച്ചയായി ഇവിടെ നടക്കുന്നത്. സദ്ഗുരു ഋഷിദേവ് ശ്രീ നരേന്ദ്രനാണ് യാഗത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. സനാതനധർമ്മത്തിന്റെ സൗന്ദര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ഭൈഷജ്യ മഹായാഗത്തിന് കണ്ണൂർ വേദിയാകുന്നത്. ഭൈഷജ്യ എന്ന വാക്ക് ഔഷധത്തെയും മഹായാഗ എന്നത് മഹത്തായ ഒരു ആചാരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. മറ്റ് യാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭൈഷജ്യ മഹായാഗങ്ങളിൽ വളരെ അപൂർവവും ശക്തവുമായ ഔഷധ സസ്യങ്ങളാണ് ഹവിസായി ഉപയോഗിക്കുന്നത്. പ്രകൃതിയെയും വ്യക്തികളെയും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ശുദ്ധീകരിക്കുക എന്നതാണ് യാഗത്തിന്റെ ലക്ഷ്യം. 39 മഹായാഗങ്ങൾ പൂർത്തിയാക്കിയ സദ്ഗുരു ഋഷിദേവ് ശ്രീ നരേന്ദ്രനാണ് മുഖ്യ യജ്ഞാചാര്യൻ. പൗരാണിക ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ഒരു കൾച്ചറാണ് യാഗങ്ങൾ, ഹോമങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഓരോ യാഗങ്ങളും നടത്തപ്പെടുന്നത് പൗരാണിക കാലത്ത് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതായത് ഒരു കാര്യസാധ്യാർത്ഥമാണ് യാഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഈ യാഗം നടക്കുന്നത് ലോക കല്യാണാർത്ഥമാണ്. ഇവിടെ നടക്കുന്നത് വിശ്വശാന്തി മഹായാഗമാണ്. വിശ്വശാന്തി മഹായാഗം എന്ന് പറഞ്ഞാൽ വിശ്വത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി. ഇത് നടത്തുന്നവർക്കോ നടത്തുന്ന ആചാര്യനോ വ്യക്തിപരമായിട്ട് യാതൊരുവിധ ഉദ്ദേശ ലക്ഷ്യങ്ങളുമില്ല. എല്ലാ ചരാചരങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും സ്വാസ്ഥ്യമുണ്ടാവണം എന്ന ഒരു ആശയം മാത്രമാണ് ഈ യാഗത്തിന് പിന്നിലുള്ളത്.
ഔഷധ സസ്യങ്ങളും സസ്യ എണ്ണകളുടെ മിശ്രിതവും ഉപയോഗിച്ചാണ് മഹായാഗം നടത്തുന്നത്. ആൽ, വേപ്പ്, വഗ്നി എന്നീ വൃക്ഷങ്ങളെ അടിസ്ഥാന ചമതയായി ഉപയോഗിക്കുന്നു. ഓരോ മഹായാഗത്തിലും 81 ടൺ അടിസ്ഥാന ചമതയും 81 തരം ഔഷധ സസ്യങ്ങളും 9 പരം സസ്യ എണ്ണകളുടെ മിശ്രിതവും ഉപയോഗിക്കുന്നു. സനാതനധർമ്മത്തിൽ ആകൃഷ്ടയായി ഭാരതത്തിലെത്തിയ ഫ്രാൻസിൽ നിന്നുള്ള എലിസും യാഗത്തിന്റെ നേതൃനിരയിലുണ്ട്. This one started very powerfully, I guess, when it was lighted this morning. Very, very powerful. So the more yagas we attend, the more powerful they are. Because, you know, every yaga will be more powerful than the former one. And it's very useful to cleanse nature and to cleanse also the world. It is needed actually right now. 3 രാത്രികളും 4 പകലുമായി നടക്കുന്ന ഭൈഷജ്യ മഹായാഗം വരുന്ന ഞായറാഴ്ച പൂർണ്ണമാകും. ജനം, കണ്ണൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ.